ഇന്ന് രാവിലെ 12 മണിയായപ്പോൾ തന്നെ നമ്മൾ എണീറ്റ് പല്ലും തേച്ച് കക്കൂസിലൊക്കെ പോയി റെഡിയായി വന്നപ്പോഴത്തേക്ക് കട്ടിലയിൽ ഒരു കുർക്കുറ കിടക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ആ കുർക്കുറയും പൊട്ടിച്ച് വെളിയിലെ ബാൽക്കണിയിൽ പോയി അപ്പുറത്തെ ഫ്ലാറ്റിലെ പെമ്പിള്ളാരെ കുറച്ച് നേരം വാങ്ങി നോക്കാന്ന് വെച്ചാൽ തലേന്ന് രാത്രി ഓട്ടോ ഒക്കെ കഴിഞ്ഞ് ലേറ്റ് ആയിട്ട് വന്നുകൊണ്ട് ഞാൻ എണീറ്റപ്പോൾ ഏകദേശം 12 മണി കഴിഞ്ഞു. നല്ല വിശപ്പുണ്ടായിരുന്നു. ജ്യൂസും പപ്സും കഴിക്കാനുള്ള പ്ലാൻ റൂമിൽ നിന്ന് ഇറങ്ങി. പിന്നെ പ്ലാൻ മാറ്റി ബിരിയാണി കഴിക്കാനായി. ദാണ്ട് ഇത് കണ്ടോ, കൊച്ചിയിലെ കൊതുകിന്റെ ശല്യം കുറയാത്തതിന്റെ മെയിൻ കാരണം എന്താണ്ട് ഇതൊക്കെ. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദികൾ ഇവിടെ താമസിക്കുന്ന ജനങ്ങളല്ല, ഇവിടെ വന്ന് താമസിക്കുന്ന ആൾക്കാർ. കുട്ടികളും മുതിർന്നവരടക്കം ഒരുപാട് പേര് നടന്നു പോകുന്ന വഴിയാണ്. പാലച്ചോട് നിന്ന് വാഴക്കാലയിലേക്ക് പോകുന്ന റോഡാണ്. കൊണ്ടിടുന്നവൻ തന്നെ ഒരു മര്യാദ കാണും. അപ്പൊ അതൊക്കെ വിടും, നമ്മൾ വന്ന കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം. വാഴക്കാലയിലുള്ള ആബിദ ബിരിയാണിയിലാണ് നമ്മൾ ഇന്ന് ബിരിയാണി കഴിക്കാൻ വന്നത്. ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഏകദേശം 12:30 ആയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് വലിയ തിരക്കില്ലായിരുന്നു. ഒരാൾക്ക് നന്നായിട്ട് വയറ് നിറച്ച് കഴിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റി 2 വലിയ പീസ് ചിക്കൻ വരുന്ന ഈ ഒരു ബിരിയാണിക്ക് 130 രൂപയാണ് ചാർജ് ആക്കുന്നത്. പ്രത്യേക ശ്രദ്ധയ്ക്ക് മുട്ട ഇൻക്ലൂഡഡ് അല്ല, ഞാൻ എക്സ്ട്രാ വാങ്ങിയതാണ്. ഒരു കുറ്റവും പറയാനില്ല, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ബിരിയാണി. അവിടെ തന്നെ പോകണമെന്നുള്ള പ്ലാനിലൊന്നും പോയതല്ല, അതുവഴി പോയപ്പോൾ ജസ്റ്റ് കണ്ട് കയറി കഴിച്ചതാണ്. അടിപൊളി ബിരിയാണി ആയിരുന്നു. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചാൽ ഞങ്ങൾ നേരെ റൂമിലേക്ക് വന്നു. ദാണ്ട വരുന്നുണ്ട്, അവന് നടക്കാൻ പോലും വയ്യ. ഇന്നലത്തെ നൈറ്റ് ഡ്യൂട്ടിക്ക് പോയതാണ് പാലാരി വട്ടത്ത്. ഇന്ന് ഉച്ചയായപ്പോഴാണ് അവൻ തിരിച്ചു വന്നത്. വർക്ക് കൂടുതലായിരുന്നു. അങ്ങനെ എന്റെ ഊബർ അക്കൗണ്ടിന്റെ ചെറിയ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ഞാൻ ഉച്ച കഴിഞ്ഞാണ് ഓടാൻ ഇറങ്ങിയത്. പെരുമഴയും പേമാരിയും വെള്ളപ്പൊക്കമാണ് ഇവിടെ. ഓട്ടോ ഇല്ല, ഒന്നുമില്ല, ഫുൾ ബ്ലോക്ക് ആണ് റോഡ്. 5-6 കിലോമീറ്റർ ഒക്കെ ചെല്ലാനായിട്ട് 40-45 മിനിറ്റ് ആണ് കാണിക്കുന്നത്. അങ്ങനെ ഏകദേശം 12 മണി ആയപ്പോഴത്തേക്ക് അവസാനത്തെ കസ്റ്റമറിനെ ആലുവയിൽ ഡ്രോപ്പ് ചെയ്ത് നല്ല റൊമാൻറ്റിക് പാട്ടൊക്കെ കേട്ട് ആലുവയിൽ നിന്ന് ഫുൾ ടാങ്ക് CNG അടിച്ചിട്ട് ഞാൻ നേരെ റൂമിലേക്ക് വന്നു. ഓട്ടം തീരെ മോശമായിരുന്നു. ഗൈസ്, ഗൗരിമോൾക്ക് ക്യാമറയുടെ മുന്നിൽ മുഖം കാണിക്കാൻ കുറച്ച് നാണമാണ്. ഇന്നലത്തെ ഓവർ നൈറ്റ് ഡ്യൂട്ടി കാരണം ഇന്ന് പനി പിടിച്ച് കിടപ്പിലായി ഗൈസ്.